ചെറുപ്രായത്തിൽ തന്നെ ടാലന്റുകൾ കൊണ്ട് ഫുട്ബോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു പയ്യനുണ്ടായിരുന്നു അങ്ങ് ബ്രസീലിൽ. അതെ, നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. 2009 ബ്രസീലിയൻ ക്ലബായ സാന്റോസിൽ ചേർന്ന നെയ്മർ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ യൂറോപ്പിലെ പല ക്ലബുകളുടെയും ശ്രദ്ധയാകർഷിച്ച ഒരു നല്ല പന്താട്ടക്കാരനായി മാറിക്കഴിഞ്ഞിരുന്നു. റയലും ബാഴ്സയും അടങ്ങുന്ന വൻ ക്ലബുകൾ അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ മത്സരം ആരംഭിക്കുകയാണ്. എന്നാൽ അന്തിമമായ ആ മത്സരത്തിൽ ബാഴ്സലോണ വിജയം വരിച്ചിരിക്കുകയാണ്. 45 മില്യൺ യൂറോയിൽ കൂടുതൽ കൊടുത്തൊന്നും നെയ്മർ വാങ്ങേണ്ട ആവശ്യം തൽക്കാലം റയലിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് റയൽ മാഡ്രിഡ് പ്രസിഡന്റ് ഫ്ലോറന്റീന പെരസും മാനേജർ ആൻസലോട്ടിയും ആ സൈനിങ് ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ 60 മില്യൺ യൂറോ കൊടുത്ത് ബാഴ്സ വാങ്ങിയ നെയ്മർ മെസ്സിക്കും സുവാരസിനും ഒപ്പം ചേർന്ന് അങ്ങ് സ്പെയിൻ ഭരിക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട് റയലിന് കാണാൻ സാധിച്ചത്. നെയ്മർ പോലത്തെ ഒരു ബ്രസീലിയൻ വണ്ടർ കിട്ടുകളെയും ഇനിയൊരിക്കലും റയലിന് നഷ്ടമാകരുതെന്ന ചിന്തയായിരിക്കാം ഒരുപക്ഷെ റയൽ ഇപ്പോഴും ബ്രസീലിയൻ വണ്ടർ കിട്ടുകളെ വാങ്ങിക്കൂട്ടാനുള്ള ഒരു കാരണം. അതെ, വിനീഷ്യസും റോഡ്രിഗോയും എഡർ മിലിറ്റായും അടങ്ങുന്ന സംഘത്തിലേക്ക് ഇതാ അവസാനമായി 15 വയസ്സുകാരൻ എൻട്രിക്കിനെ കൂടെ അവർ കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്